പണ്ട് 50 രൂപയ്ക്ക് എണ്ണ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ നമുക്കൊന്നും ചെയ്യുന്നില്ല. എൻ്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ആ ഓട്ടോ ഓടിയിട്ട് വേണം ജീവിക്കാനും എൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ നോക്കാനും നല്ല രീതിയിൽ ബുദ്ധിമുട്ടായി വരികയാണ്. രക്ഷയില്ല. നമ്മൾ സർക്കാരിൻ്റെ യുദ്ധം നിർത്താൻ പറ്റില്ലല്ലോ. ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ്. എന്താ ചെയ്യുക, ഒരു വഴിയില്ല. രാജ്യത്ത് ഇരുട്ടടിയായി പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസൽ ലിറ്ററിന് 2.71 രൂപയുടെയും വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് സാധാരണക്കാരുടെ ജീവിതത്തിലേക്കടക്കം അത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ക്ലാസ്സിലും വർക്കും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് നഷ്ടമാണ്. ഭയങ്കര സാധാരണക്കാരൻ. എൻ്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഓട്ടോ ഓടിയിട്ട് വേണം ജീവിക്കാനും എൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ നോക്കാനും നല്ല രീതിയിൽ ബുദ്ധിമുട്ടായി വരികയാണ്. കൂടാതെ സാധനങ്ങൾക്ക് വില കയറ്റം, പാലിൻ്റെ വില തന്നെ കൂടി. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇനി ജീവിക്കാൻ മുന്നോട്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായി വരികയാണ്. ഒന്നാമത് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വിലക്കയറ്റം കൂടെ വന്നപ്പോൾ നമുക്ക് തീരെ രക്ഷപ്പെടാനുള്ളൊരു വകുപ്പില്ല. എല്ലാവരും ഇവിടുന്ന് പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. ഒരു രക്ഷയില്ല. ഓട്ടോറിക്ഷ ചാർജ് കൂട്ടാതെ യാതൊരു രക്ഷയില്ല. ഓടിയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഡീസലിനും ഗ്യാസിനും കൂടി എല്ലാത്തിനും കൂടി ഒരു രക്ഷയില്ല. പിന്നെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഒരു രക്ഷയില്ല. ഓടിയ കഴിച്ച ലെവലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വില കൂടി കഴിഞ്ഞാൽ ഓടാൻ കഴിയില്ല. അതായത് 114 രൂപ ഇന്നിപ്പോൾ വൈകിട്ട് ആകുമ്പോഴത്തേക്കും 115 ആവുമെന്നാണ് പറയുന്നത്. ഇത് മാക്സിമം എവിടെ വരെ പോകുമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നല്ലേ ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും വില കൂട്ടി. യാത്ര ചെയ്യാനൊക്കെ എല്ലായിടത്തും പോകണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസിന് പോലും പോകണമെങ്കിൽ ഡബിൾ പൈസ കൊടുത്ത് പോകേണ്ട അവസ്ഥയാണ്. ഇത് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം സർക്കാർ ഇതിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ചെയ്തു തരണം. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം എന്നല്ല. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ഇതാക്കുക എന്നല്ലാണ്ട് വേറെ ഒരു ഇതില്ലല്ലോ, ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അതിന് പ്രതികരിച്ചിട്ടും കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. സാധാരണക്കാരെ തീർച്ചയായും ബാധിക്കും. കാരണം ഈ ഇന്ധന വില വർധനവ്, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനയുടെയോ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കമ്പനിയൊക്കെ ഒരു കൃത്യ പൈസ ഇങ്ങനെ തരുന്നതാണ്, അലവൻസ് ആയിട്ട്, പെട്രോൾ അലവൻസ്. നമ്മളൊരു കമ്പനിയുടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ അലവൻസ് ഒന്നും അവരിപ്പോൾ തൽക്കാലം വർദ്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ആ കിട്ടുന്ന ഇന്ധനത്തിൻ്റെ അളവ് കുറയാന്ന് പറയുന്നത് നമ്മളെ ജോലിയെ ബാധിക്കുകയാണ്. സാധാരണക്കാരെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിനുള്ള വരുമാനം നമുക്ക് വരുന്നില്ല. കൂലിപ്പണിക്കാരനെ വളരെ തികച്ചും മോശമാണ്. നമുക്കിപ്പം മേടിച്ചല്ലേ പറ്റൂ, വണ്ടിയില്ലാതെ നടക്കില്ലല്ലോ. നമ്മളൊക്കെ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളെ ഇത് ഏറ്റെടുക്കേണ്ടത്. പണ്ട് BJP ഏറ്റെടുത്തില്ല, അതേപോലെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ലല്ലോ. അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണല്ലോ. ഇന്ധന വില കൂടി നമ്മളിപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ജീവിച്ച് പോകുന്നത്. ഇപ്പം എന്താ അറിയില്ല, കേന്ദ്ര സർക്കാരൊക്കെ എന്താ പറയണം നോക്കാം. പണ്ട് 50 രൂപയ്ക്ക് എണ്ണ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ നമുക്കൊന്നും ഇപ്പം ചെയ്യുന്നില്ല. BJP ഭരണം ഏറ്റവും ഫ്ലോപ്പാണ്. സാധാരണക്കാരൻ നിലയിൽ വില വർദ്ധിക്കുന്നത്, ഞാൻ ഡ്രൈവറാണ് TPയിലെ, അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് വർദ്ധിക്കുന്നതിനെതിരെ. അത് കൂടുന്നത് ബുദ്ധിമുട്ട് തന്നെയല്ലേ. സർക്കാരിനോട് പറയാനുള്ളതല്ല, വില കൂടുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. എന്താ പറയുക, നമുക്ക് പ്രശ്നമാണ്. ജോലിക്ക് പോകാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ബസ്സിനെ ആശ്രയിക്കാന്ന് വെച്ചാൽ ബസ്സുകാരും പണി കൊടുക്കാനുള്ള അവസ്ഥയിലാണ് നോക്കണത്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. മൊത്തത്തിൽ കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ചെറിയ വിലക്ക് പെട്രോൾ അടിച്ചിട്ട് പുറത്ത് പോകാൻ നോക്കിയാലും നടക്കില്ല. അപ്പോൾ ലോങ് ഡ്രൈവ് ഇപ്പോൾ വയനാട് തന്നെ ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ സഞ്ചാരികളുടെ അളവ് കുറഞ്ഞിരിക്കുക. കാരണം ചൂട് കൂടുതലാണ്, പെട്രോളിൻ്റെ പൈസ കൂടുതലാണ്. അപ്പോൾ അവർ വണ്ടി വിളിച്ചെത്തുന്നില്ല. സാധാരണക്കാർ പുറത്തിറങ്ങാനും പേടിയാണ്, കാരണം പെട്രോളിൻ്റെ വില കൂടുന്നുണ്ട്. അല്ല, എന്തായാലും പെട്രോൾ അടിച്ചല്ലേ ഓടാൻ പറ്റുള്ളൂ. ഇലക്ട്രിക് എന്തായാലും റിസ്ക്കാണ്. പെട്രോൾ വണ്ടി ആകുമ്പോൾ അത്ര കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളായിട്ട് തീരുമാനിക്കുന്നതല്ലല്ലോ, ഗവൺമെൻറ് തീരുമാനിച്ചിട്ടല്ലല്ലോ, യുദ്ധമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ കർഷകർ ഭയങ്കര കഷ്ടപ്പാടാണ്. എണ്ണയ്ക്ക് വില കൂടുക എന്ന് പറഞ്ഞാൽ ഓരോരോ ദിവസം നമ്മൾ ആകെ ഇപ്പം പണിയും കുറവാണ്. ഒരുപാട് വണ്ടികളും കാര്യങ്ങളും ഇപ്പം വളരെ പ്രശ്നത്തിലാണ്. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ആകെ 1000 രൂപ കിട്ടുകയാണെങ്കിൽ 400 രൂപ 450 രൂപയ്ക്ക് എണ്ണ തന്നെ വേണം. കൂട്ടിയ ഞങ്ങളെ കാര്യം കട്ടപ്പുകയാണ്. ഞങ്ങൾക്ക് 4-5 കൊല്ലം മുന്നേ കൂട്ടിയ വാടകയാണ്. ഞങ്ങളൊക്കെ ആ കഷ്ടത്തിലാണ്. ഡെയിലി കൂടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ ഒപ്പിക്കാൻ കഴിയുന്നില്ല. ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ്. എന്താ ചെയ്യുക, ഒരു വഴിയില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞ് കിട്ടിയേക്കണ്ട അത്രയും നല്ലത്. നമുക്കിപ്പോൾ ഡെയിലി നല്ലൊരു ഫണ്ട് അതിന് തന്നെ വേണം. കിട്ടുന്ന സാലറി തികയില്ല. ഇപ്പോൾ ചിലവ് മൊത്തം കൂടുതലല്ലേ, നമുക്ക് അതിനനുസരിച്ചുള്ള സാലറി ഹൈക്കൊന്നും വരുന്നുമില്ല. പെട്രോള് വില വർധന ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. എന്താ പറയുക, വണ്ടിക്കാർക്ക് എല്ലാം ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഉള്ളത്, നിലവിലുള്ളത്. ഇത്രയും എങ്ങനെ പോലും നമ്മളൊക്കെ കൂലിപ്പണിക്കാരല്ലേ. അപ്പോൾ അതൊക്കെ
ചെയ്യേണ്ടത്ര ചെയ്യണം, കഴിയുന്നത്ര കുറയ്ക്കുന്ന എത്രത്തോളം കഴിയാൻ പറ്റുമോ അത് ചെയ്യുക. സർക്കാരിന് നഷ്ടം പറ്റുള്ളത് നമുക്കും മുന്നോട്ട് പോകാനുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകും. അത് ഭയങ്കര കൂടുതലാണ്. അതെന്തായാലും ഇലക്ഷന് ശേഷം കൂടുമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു, അതെല്ലാവർക്കും ഒരുവിധം അറിയായിരുന്നു. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഭയങ്കര ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അതിപ്പോൾ ഈ യുദ്ധമൊക്കെ കാരണമാണല്ലോ നമുക്കത് ബാധിക്കുന്നത്. സർക്കാരിന് ഇപ്പോൾ കാര്യമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണല്ലോ യുദ്ധം തീവ്രമായി തുടർന്നുകൊണ്ട് നിൽക്കുന്നത്. നമ്മളെ സർക്കാരിന് ആ യുദ്ധം നിർത്താൻ പറ്റില്ലല്ലോ. 2 ആഴ്ചയ്ക്കിടെ 4 തവണയാണ് ഇന്ധന വില വർധനവ് രാജ്യത്തുണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇന്ധന വില വർധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ക്യാമറമാൻ ഹാരിസിനൊപ്പം സന്ദീപ് സത്യ, വയനാട് വിഷൻ.